ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഏകാദശസ്കന്ധം നാരായണം ഭജി നാരായണം ലക്ഷ്മീനാരായണം ഭജി നാരായണം വൃന്ദാവനസിതം നാരായണം ദേവവൃന്ദൈരപേഷ്ടുതം നാരായണം വൃന്ദാവനസിതം നാരായണം ദേവവൃന്ദൈരപേഷ്ടുതം നാരായണം ദീനകരമധ്യകം നാരായണം ദിവ്യകനകാംബരധരം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം കരുണാഭയോനിധി നാരായണം ഭവ്യശരണാഗതനിധി നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം രക്ഷിത ജഗത്രയം നാരായണം ശക്രശിക്ഷിതാസുരജയം നാരായണം രക്ഷിത ജഗത്രയം നാരായണം ചക്രശിക്ഷിതാസുരജയം നാരായണം അജ്ഞാനനാശകം നാരായണം ശുദ്ധവിജ്ഞാനഭാസകം നാരായണം നാരായണം ഭജി നാരായണം ലക്ഷ്മീനാരായണം ഭജി നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സഭൂഷണം നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സഭൂഷണം നാരായണം ശൃംഗാരദായകം നാരായണം പദഗംഗാവിദായകം നാരായണം നാരായണം ഭജി നാരായണം ലക്ഷ്മീനാരായണം ഭജി നാരായണം ശ്രീകണ്ഠസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസിനം നാരായണം ശ്രീകണ്ഠസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസിനം നാരായണം നാരായണം ഭജി നാരായണം ലക്ഷ്മീനാരായണം ഭജി നാരായണം നാരായണം ഭജി നാരായണം ലക്ഷ്മീനാരായണം ഭജി നാരായണം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഏകാദശ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പറ്റി ചുരുക്കി പറഞ്ഞു. തുടർന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാൻ പോവുകയാണ്. ബ്രഹ്മശാപം ആർക്കും തടുക്കാനാവില്ല എന്ന് പറഞ്ഞു. എങ്കിലും യഥാശക്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്നും സൽക്കർമ്മങ്ങളെ കൊണ്ട് മാത്രമേ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നും നമ്മൾ പറഞ്ഞു. അതിനാൽ എല്ലാവരും പുണ്യതീർത്ഥമായ പ്രഭാസത്തിലേക്ക് പുറപ്പെടട്ടെ എന്ന് ഭഗവാൻ പറയുന്നു. സ്ത്രീകളും കുട്ടികളും ശംഖോദാരം എന്ന തീർത്ഥക്കരയിലേക്കും ജപം, ദാനം, ഹോമം തുടങ്ങിയ സൽക്കർമ്മങ്ങളെ കൊണ്ട് ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അവരെയൊക്കെ തീർത്ഥക്കരയിലേക്ക് പോകാൻ ഉത്സാഹിപ്പിച്ചു.
അങ്ങനെയാണെങ്കിലും പുരുഷ പ്രയത്നവും ഏതു കാര്യത്തിലും ആവശ്യമാണെന്ന് പറഞ്ഞ് പ്രസ്തുത ഉരുക്കു കഷ്ണത്തെ രാവി പൊടിയാക്കി സ്വരത്തിൽ കലക്കാനും നിർദ്ദേശിച്ചു. അതുപ്രകാരം ഉരുക്കു കഷ്ണത്തെ അപ്പോൾ തന്നെ രാവി ഏറ്റവും നേർമമായ പൊടിയാക്കി സമുദ്രത്തിൽ കലക്കി. അവസാനം ശേഷിച്ച ഒരു കഷ്ണത്തെ വെള്ളത്തിലേക്ക് എറിയുകയും ചെയ്തു. ഇനി അതിനെ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ കാലശക്തിക്ക് എന്തൊരു ഉപകരണം കൊണ്ടാണ് ഏതൊരു മഹൽക്കാര്യവും ചെയ്യാൻ കഴിയാത്തത്? ഏറ്റവും നേർമമായ ഉരുക്ക് പൊടികൾ കാറ്റിൽ അടിച്ച് കരയ്ക്കടുത്ത് മണ്ണോട് ചേർന്ന് മറ്റുള്ള ഒരുതരം പുല്ലുകളുമായി മുളച്ച് പടർന്നു. വെള്ളത്തിലേക്ക് എറിഞ്ഞ കഷ്ണത്തെയാകട്ടെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ജര എന്ന പേരുള്ള കാട്ടാളന് കിട്ടി. അവൻ അതിനെ കീറി നോക്കിയപ്പോൾ ഒരു ഉരുക്ക് കഷ്ണം കണ്ടു. അത് കൊണ്ടുപോയി ഒരു ശരമുണ്ടാക്കിച്ചു. വല്ലപ്പോഴും നായാട്ടിന് പോകുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് കരുതി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഇങ്ങനെ യാദവ വംശത്തിൻ്റെ സംഹാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അടുത്തതായിട്ട് വസുദേവ നാരദ സംവാദമാണ്. അങ്ങനെയിരിക്കെ മിക്കപ്പോഴും ദ്വാരകയിൽ തന്നെ താമസിച്ചു വരാറുള്ള നാരദ മഹർഷി ഒരിക്കൽ യദൃച്ഛയാ വസുദേവരുടെ ഗൃഹത്തിലേക്ക് കയറി ചെന്നു. വളരെ ഭക്തിയോടും സന്തോഷത്തോടും കൂടി വസുദേവൻ നാരദ മഹർഷിയെ സൽക്കരിച്ച് ആസനസ്ഥനാക്കി കുശലപ്രശ്നങ്ങൾ ചെയ്യാൻ തുടങ്ങി. അനന്തരം ഭാഗവത ധർമ്മത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു. ശ്രീ നാരദ മഹർഷി അതിന് മറുപടി പറയാൻ തുടങ്ങി. സ്വയംഭൂ മനുവിൻ്റെ മൂത്ത പുത്രനായിരുന്നു പ്രിയവ്രതൻ. ഇത് മുമ്പ് പറഞ്ഞുവല്ലോ. പ്രഭാവശാലിയായ പ്രിയവ്രതൻ്റെ മക്കളിൽ മൂത്ത പുത്രനായ ആഗ്രീധ്രന് 9 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത പുത്രനായിരുന്നു നാഭി. നാഭി ചക്രവർത്തിക്കാകട്ടെ ഒരു പുത്രൻ മാത്രമാണുണ്ടായത്. അതാകട്ടെ പ്രസിദ്ധ അവതാര സ്വരൂപിയായ ഋഷഭദേവനായിരുന്നു. അദ്ദേഹത്തിന് ജയന്തി എന്ന പത്നിയിൽ 100 പുത്രന്മാരുണ്ടായി. അതിലെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടാണല്ലോ അജനാഭമെന്ന ഈ ഖണ്ഡത്തിന് പിൽക്കാലത്ത് ഭാരതമെന്ന് പേരുണ്ടായത്. പ്രസ്തുത ഭരതൻ്റെ അനുജന്മാരിൽ ഏറ്റവും ഒടുവിലത്തേതായ 9 ആളുകളെയാണ് പ്രസിദ്ധന്മാരായ നവയോഗികളെന്ന് പറഞ്ഞു വരുന്നത്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസ്സൻ, കരഭാജനൻ എന്നീ 9 ആളുകളാണ് പ്രസ്തുത നവയോഗികൾ. അവർ ജന്മനാ തന്നെ ജ്ഞാനികളും പരമസിദ്ധന്മാരും അവധൂത വൃത്തികളുമായിരുന്നു. യാതൊരു ഉദ്ദേശവുമില്ലാതെ എപ്പോഴും അവർ 9 ആളുകളും ഒന്നിച്ചു ചേർന്ന് ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യദൃച്ഛയാ അവർ നിമി ചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് കയറി ചെന്നു. ജ്ഞാനസമ്പന്മാരും ഈശ്വരസ്വരൂപികളുമായ പ്രസ്തുത യോഗീശ്വരന്മാരെ കണ്ടപ്പോൾ നിമി ചക്രവർത്തിയും ഋതുക്കളും ക്രിയാഭാഗങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗത്തിൽ അവരെ ഉപചരിച്ചിരുത്തി പാദപൂജ ചെയ്തു. അനന്തരം ആ യോഗീശ്വരന്മാരോട് നിമി ചക്രവർത്തി ക്രമത്തിൽ 9 ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിന് ആദ്യത്തെ ചോദ്യം അങ്ങ് ചോദിച്ചതു തന്നെ ആയിരുന്നു, ഭാഗവത ധർമ്മത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന്. അതിന് അവ പറഞ്ഞ മറുപടിയെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ നാരദ മഹർഷി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിമിയുടെ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ യോഗീശ്വരന്മാരാണ് മറുപടി പറയുന്നത്. ആദ്യത്തേതായ ഭാഗവത ധർമ്മം എന്നാൽ എന്ത് എന്ന ആ ചോദ്യത്തിന് കവി എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. അദ്ദേഹം പറയാൻ തുടങ്ങി. മനുഷ്യന് മുഖ്യമായി 3 കാരണങ്ങളാണുള്ളത്: വാക്ക്, വിചാരം, പ്രവൃത്തി. ഇവ 3ഉം എപ്പോഴും വിഷയങ്ങളിൽ തന്നെ മുങ്ങി വിഷയാകാരമായിട്ടിരിക്കലാണ് സ്വഭാവം. അവയെ വിഷയങ്ങളിൽ നിന്ന് സർവാത്മന വലിച്ചെടുത്ത് ഈശ്വരാകാരമാക്കി തീർക്കുക എന്നതാണ് ഭാഗവത ധർമ്മത്തിൻ്റെ സ്വരൂപം. സ്വതവേ മനുഷ്യൻ്റെ അറിവ് അന്ധമാണ്. താൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ എന്തിനു വേണ്ടി വന്നുവെന്നോ അറിഞ്ഞുകൂടാ. അതായത് എവിടെ നിന്ന് ജനിച്ചു വന്നുവെന്നോ എവിടേക്ക് മരിച്ചു പോകുന്നുവെന്നോ എന്തിനു വേണ്ടി ജീവിക്കുന്നുവെന്നോ അറിഞ്ഞുകൂടാ.
അപ്പോൾ വിവേകമാവുന്ന ദൃഷ്ടിയില്ല, അന്ധമാണ്. ജീവിതയാത്രയാകട്ടെ രാഗദ്വേഷങ്ങളാകുന്ന കല്ലും മുള്ളും സുഖദുഃഖങ്ങളുമാകുന്ന കുന്നും കുഴിയും നിറഞ്ഞ ദുർമാർഗത്തിൽ കൂടിയുമാണ്. സ്വതവേ അന്ധനായ ഒരാൾ ദുർഗമമായ മാർഗത്തിൽ കൂടെ തന്നെത്താൻ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ഫലം പതനമാണല്ലോ. ഇതുപോലെ അവിവേകിയായ മനുഷ്യൻ അവലംബമില്ലാതെ ജീവിച്ചാൽ അധപതനമാണ് ഫലം. അന്ധനായ ഒരാൾ എപ്രകാരം കണ്ണു കാണുന്ന ഒരാളെ അവലംബിക്കണമോ അതുപോലെ അവിവേകിയായ മനുഷ്യൻ ജ്ഞാനസ്വരൂപനായ ഈശ്വരനെ സർവാത്മന ആശ്രയിക്കണം. ആ ആശ്രയിക്കലാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും എന്തെല്ലാം ചെയ്യുന്നുവോ അത് മുഴുവൻ ഈശ്വരങ്കൽ അർപ്പിച്ചും ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്തും ഭഗവത് പ്രീതി മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതിയുമുള്ള ജീവിതം തന്നെ ഈശ്വരാശ്രയമെന്നത്. ഭയം കൊണ്ട് നിറയപ്പെട്ടതാണ് സംസാരം. ലോകത്തിൽ സർവ്വജീവികളും ഭയപ്പെടുന്നു. പലതിനും പലരെയും ഭയപ്പെടുന്നു. ഭയപ്പെടാതെ ഒരാളും ജീവിക്കുന്നില്ല. ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രം. നാനാത്വ ബോധമുള്ളിടത്തോളം കാലം ഒരാളെയും ഭയം കൈവിടാൻ പോകുന്നില്ല. അദ്വൈത ബോധം ഉറയ്ക്കുമ്പോൾ മാത്രമേ നാനാത്വം നശിക്കൂ. അതാകട്ടെ ഈശ്വരൻ്റെ സർവാത്മഭാവം ഉറയ്ക്കുമ്പോൾ മാത്രവുമാണ്. ഭക്തിയോടുകൂടി ഭഗവത് ഭജനം കൊണ്ട് അല്ലെങ്കിൽ ഭാഗവത ധർമ്മ സേവനം കൊണ്ട് ഭഗവത് പ്രീതി ഉണ്ടാകുമ്പോൾ അന്ധക്കരണ ശുദ്ധി വന്ന് ഈശ്വരൻ്റെ സർവാത്മഭാവം ബോധിച്ച് നാനാത്വം നശിക്കാനിടയായിത്തീരും. അപ്പോൾ എല്ലാ ഭയങ്ങളിൽ നിന്നും നിവൃത്തിയും കിട്ടും. തദ്ദൃഷ്ട നോക്കുമ്പോൾ ഈ ജഗത്തെന്ന വസ്തു തന്നെ ഇല്ലാത്തതാണെങ്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഉള്ളതു തന്നെ. മനസ്സിൽ അപ്പോഴപ്പോൾ സങ്കല്പിക്കുന്ന വസ്തുക്കളും സ്വപ്ന ദൃഷ്ടപദാർത്ഥങ്ങളും വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും അനുഭവിക്കുന്ന വർത്തമാനകാലത്ത് തികച്ചുമുള്ളതായി തന്നെ തീരുന്നു. സങ്കല്പ സ്വരൂപമായ മനസ്സിൻ്റെ സങ്കല്പശക്തിയാണ് ഇതിന് കാരണം. അതിനാൽ മനസ്സെന്ന തത്വമുള്ളതായി തന്നെ ഇരിക്കും. ഈ പരമാർത്ഥം അറിഞ്ഞ വിവേകികൾ ഭഗവത് ധർമാനുഷ്ഠാനം കൊണ്ട് മനസ്സിനെ ലയിപ്പിക്കുന്നു. മനസ്സ് ലയിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് അഭയം കിട്ടാൻ പോകുന്നുള്ളൂ. ചക്രപാണിയുടെ മധുരമധുരങ്ങളായ ദിവ്യലീലകളെ ആർത്തിയോടുകൂടി കേട്ടും പാടിയും ആസ്വദിച്ചും അതിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ഭക്തി കൊണ്ടും മറ്റെല്ലാം മറന്ന് ഉന്മത്തനായി അവിടത്തെ അവദാനങ്ങളെയും തിരുനാമങ്ങളെയും ലജ്ജ വിട്ട് ഉറക്കെ കീർത്തിച്ചുകൊണ്ടും കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമായി കണ്ടും ഭഗവന്മയനായി മറ്റെല്ലാം മറന്ന് ലോകബാഹ്യനും ദിവ്യനുമായി തീരുമ്പോൾ മനസ്സ് ലയിച്ച് ആത്മാവിൽ അഭയം കിട്ടും. ഇതുതന്നെയാണ് ഭാഗവത ധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.